Dear students, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വുമൺ എൻ്റർപ്രണേഴ്സ് അല്ലെങ്കിൽ വുമൺ എൻ്റർപ്രണർഷിപ്പ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷനിൽ ഏകദേശം 50% വുമൺ ആണ് അല്ലേ. പക്ഷേ എങ്കിലും എൻ്റർപ്രൈസസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വുമൺ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പ്രാതിനിധ്യം എന്ന് പറയുന്നത് കുറവാണ്. ഏകദേശം 13-15% വുമൺ എൻ്റർപ്രൈസസ് ഇന്ത്യയിലുള്ളത്, അതായത് പ്രത്യേകിച്ച് രജിസ്റ്റേർഡ് എൻറ്റിറ്റീസ് ഉള്ളത്. അപ്പോൾ വുമൺ എൻ്റർപ്രണർഷിപ്പിൻ്റെ സാധ്യതകളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു വുമൺ എൻ്റർപ്രൈസ് അല്ലെങ്കിൽ വുമൺ എൻ്റർപ്രണർ? So it is an enterprise which is in which women initiate a business, gather all resources, undertakes risks, and face challenges, provide employment to others, and manages the business independently. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബിസിനസ് നമുക്ക് എന്താ പറയുക, വുമൺ എൻ്റർപ്രൈസ് എന്ന് പറയാൻ പറ്റും. So it is an enterprise where women take initiative of forming business, gathering resources for the conduct and management of the business, undertakes a risk involved in the business activities and face challenges, and also provides employment to others and manages the business independently. അപ്പോൾ അതിനാണ് നമ്മളൊരു വുമൺ എൻ്റർപ്രൈസ് നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒക്കെ ഡെഫിനിഷൻ അനുസരിച്ച് വുമൺ എൻ്റർപ്രൈസസിന് കുറേയധികം സബ്സിഡീസും ഇൻസെൻറ്റീവ്സും ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി വുമൺ എൻ്റർപ്രൈസസ് എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡെഫിനിഷനിൽ പറയുന്നത് എന്താ? സോ ഇറ്റ് ഈസ് എൻ എൻ്റർപ്രൈസ് മാനുഫാക്ചറിങ് ഓർ സർവീസ് മാനേജ്ഡ് ബൈ വൺ ഓർ മോർ വുമൺ എൻ്റർപ്രണേഴ്സ് ഇൻ proprietary concerns or in which she or they individually or jointly have a share capital of less than 51%. Clear? 51% 51 അല്ലെങ്കിൽ അതിലധികമോ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ 51 അതിലധികമോ ശതമാനമുള്ള കൺട്രോൾ, ഡയറക്ടർ ബോർഡിലുള്ള കൺട്രോൾ, അത്തരത്തിലുള്ള ഡയറക്ടേഴ്സിനെയോ ഷെയർ ഹോൾഡേഴ്സോ കൺട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ, ക്ലിയർ, കോപ്പറേറ്റീവ് ഫോം ആണെങ്കിൽ അങ്ങനെ, ആ രീതിയിൽ 51% കൂടുതൽ ഷെയർ ക്യാപിറ്റലോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലോ ഷെയർ ഹോൾഡേഴ്സിലോ അല്ലേ പാർട്ടിസിപ്പേഷനോ കൺട്രോളോ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള എൻ്റർപ്രൈസസിന് എന്ത് പറയുന്നു? വുമൺ എൻ്റർപ്രൈസ് എന്ന് പറയാം എന്നാണ് സെൻട്രൽ ഗവൺമെൻറ് ഡെഫിനിഷൻ. ക്ലിയർ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 51% ഓഫ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ കൺട്രോൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ക്ലിയർ? 51% ഓഫ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റഡ് ഇൻ ദോസ് എൻ്റർപ്രൈസസ് ടു വുമൺ എന്ന് അതുകൂടെ ഒരു അഡീഷണൽ ടേമായിട്ട് നേരത്തെ പറയേണ്ടായിരുന്നു. അത് ചില ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് പിന്നീട് ചെയ്തത്. ക്ലിയർ? ഓക്കെ, കേരള ഗവൺമെൻറ് പക്ഷേ വുമൺ എൻ്റർപ്രൈസസിന് സബ്സിഡീസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ സ്കീമാറ്റിക് ആയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി വുമൺ എൻ്റർപ്രൈസസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നുള്ള ഒരു ക്രൈറ്റീരിയ ചെറിയ വ്യത്യാസമുണ്ട്. സെൻട്രൽ ക്രൈറ്റീരിയ അതേപോലെ തന്നെ ഫോളോ ചെയ്യും. ഇൻ അഡീഷൻ ടു ദ സെൻട്രൽ ക്രൈറ്റീരിയ നമുക്കറിയാം കേരളത്തിൽ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള പല കോട്ടേജ് ഇൻഡസ്ട്രീസിലും ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസിലും ക്ലിയർ അവിടെയെല്ലാം കോട്ടേജ് ഇൻഡസ്ട്രീസിലെല്ലാം വുമൺ പാർട്ടിസിപ്പേഷൻ ആയിരിക്കും വളരെ കൂടുതൽ. ഫോർ എക്സാമ്പിൾ കൊയർ ഇൻഡസ്ട്രി അല്ലേ, അതല്ലെങ്കിൽ നമ്മളിപ്പം കാഷ്യൂവിൻ്റെ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ, ക്ലിയർ, അങ്ങനെയുള്ള മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന മിക്കവാറും വുമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇനിഷ്യേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഓർഗനൈസേഷൻ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഈ ഡെഫിനേഷൻ ചിലപ്പോൾ മതിയായെന്ന് വരില്ല. കാരണം 51% ഓഫ് ഷെയർ ക്യാപിറ്റൽ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം എന്താ, കുറച്ചൊക്കെ മെയിൽ പോപ്പുലേഷൻ ആയിരിക്കും അതിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ വർക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? മിക്കവാറും സ്ത്രീകളായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ അതുപോലെ തന്നെ ഗാർമെൻറ്റ്സ് അല്ലേ, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സിൻ്റെ തയ്യാറാക്കൽ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്, ക്ലോത്ത് അല്ലേ, ടൈലറിങ്, ഇങ്ങനെയുള്ള കുറേയധികം വർക്കുകളുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ആലോചിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു എൻ്റർപ്രൈസസിൽ സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രീസിൽ ക്ലിയർ നോട്ട് ലെസ് ദാൻ 80% ഓഫ് ദി ടോട്ടൽ വർക്കേഴ്സ് വുമൺ ആയിട്ടുണ്ടെങ്കിൽ അത്തരം എൻ്റർപ്രൈസസിനെയും എന്തായിട്ട് എടുക്കുന്നു? വുമൺ എൻ്റർപ്രൈസസ് ആയിട്ട് എടുക്കും. ക്ലിയർ?
അപ്പോൾ ഈ 2 ക്രൈറ്റീരിയ ആണ്. ഒന്ന് കേരള ഗവൺമെൻറ് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ക്രൈറ്റീരിയ ഉണ്ട്. ഓക്കെ. സോ ഇത്തരത്തിലുള്ള നമ്മളൊരു വുമൺ എൻ്റർപ്രൈസസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വുമൺ എൻ്റർപ്രൈസസിന് എന്ത് ചെയ്യുന്നു, അതനുസരിച്ച് മറ്റുള്ള എൻ്റർപ്രൈസസിന് MSME യൂണിറ്റുകൾക്കൊക്കെ അസിസ്റ്റൻസും സബ്സിഡീസും ഇൻസെൻറ്റീവ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ വുമൺ എൻ്റർപ്രൈസസിന് ചില കേസസിലൊക്കെ എന്തുണ്ട്, റിസർവേഷനും കോട്ടയും അതുപോലെ തന്നെ സ്പെഷ്യൽ അസിസ്റ്റൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്കൊക്കെ അവൈൽ ചെയ്യാൻ ഇത് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ? വുമൺ നമുക്കറിയാൻ പറ്റും അല്ലേ, വുമൺ സാധാരണ സോഷ്യൽ ലൈഫ് ആയിക്കോട്ടെ, ഫാമിലി ലൈഫ് ആയിക്കോട്ടെ അല്ലേ, അവിടെയൊക്കെ ഒരു നിർണായകമായിട്ടുള്ള പങ്കാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് കേസിൽ വുമണിന് ഉണ്ടാക്കുക അല്ലേ, ചെയ്യാൻ പറ്റുക, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് എൻ്റർപ്രൈസസിൻ്റെ കേസസിലെടുത്ത് നോക്കുമ്പോഴും വളരെയധികം ഡിസൈസീവ് ആയിട്ടുള്ളൊരു റോള് വുമൺ എൻ്റർപ്രൈസസിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ. ഇപ്പോൾ 2014 മുതൽ എവറി ഇയർ 19th നവംബർ ക്ലിയർ, നവംബർ മാസം 19th വുമൺ എൻ്റർപ്രനേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ക്ലിയർ? സോ എവറി ഇയർ 19th November of each year will be celebrated as Women Entrepreneurs Day. Okay. ഇതിൽ കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എത്രമാത്രം വുമൺ എൻ്റർപ്രൈസസ് വർക്ക് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, ഡീറ്റെയിൽസ് മെറ്റീരിയൽസും അയച്ചു തരുന്നുണ്ട്. സോ 1975 ഇൻ്റർനാഷണൽ വുമൺ ഇയർ ആയിട്ട് ആഘോഷിക്കേണ്ടായി യുണൈറ്റഡ് നേഷൻ. ക്ലിയർ? വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനൊരു കേസ് കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ വുമൺ പാർട്ടിസിപ്പേഷൻ ക്ലിയർ എക്കണോമിക് ലൈഫിലും അല്ലേ, ഫാമിലി ലൈഫിൽ നിന്ന് മാത്രം ഒതുങ്ങി നിൽക്കാതെ സോഷ്യൽ അതുപോലെ തന്നെ എക്കണോമിക് ലൈഫ് അതിലെല്ലാം പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എക്കണോമിക് എംപവർമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി, സോഷ്യൽ എംപവർമെൻറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു വർഷം 1975 has been celebrated as Women International Day of Women. Clear? International Year of Women. So government of Kerala assist women entrepreneurs in a number of ways. Central government assistance ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും വളരെയധികം അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ? ദ grant for purchase of machinery and equipment up to 50% of the cost of machinery subject to maximum 75,000. Clear? 50,000 രൂപ വരെ കോസ്റ്റ് ഓഫ് മെഷീൻ 50% വരെ എന്ത് കിട്ടുന്നു, അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് ആയിട്ട് കൊടുക്കുന്നു. 75,000 രൂപ കട്ട് ഓഫ്. ദെൻ ഗ്രാൻഡ് ടുവേർഡ്സ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് 50% ഓഫ് ദി കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് സബ്ജക്ട് ടു മാക്സിമം 50,000 കൊടുക്കുന്നുണ്ട്. ദെൻ റെൻറ്റ് ടു ബിൽഡിംഗ് സബ്ജക്ട് ടു മാക്സിമം 750 പെർ മന്ത്. ഈ രീതിയിൽ റെൻറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അത് ടാമ്പറിങ് ബേസിസിലാണ് വരുന്നത്. ഫസ്റ്റ് ഇയറിൽ 100%, സെക്കൻഡ് ഇയറിൽ 75%, ആൻഡ് തേർഡ് ഇയറിൽ 50% ആൻഡ് ഫോർത്ത് ഇയറിൽ 25% അങ്ങനെ കുറഞ്ഞു വരും അസിസ്റ്റൻസ്. Then if the employment of technical person is paid or paid manager is appointed, then as by the general manager or a district industry center, then entrepreneur is eligible for assistance towards salary of the such a paid employee. Clear? ഏതെങ്കിലും ഒരു ക്വാളിഫൈഡ് വ്യക്തിയെ മാനേജറായിട്ടോ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു മാനേജറിൽ സബ്സിഡി ആയിട്ട് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ അസിസ്റ്റൻസ് ഉണ്ട്. വീണ്ടും നമ്മൾ നോക്കുന്നുണ്ട് ക്ലിയർ, ലോൺസ് കിട്ടുന്നതിലോ സബ്സിഡി കിട്ടുന്നതിലോ മാർജിൻ മണി കിട്ടുന്നതിലോ അതുപോലെ തന്നെ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് ആയിട്ടോ മെഷീനറി വാങ്ങിക്കുന്നതിൽ ക്ലിയർ, അങ്ങനെ കുറേയധികം കാര്യങ്ങളിൽ അസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇനി റീസൺസ് ഫോർ ദി സ്ലോ ഗ്രോത്ത് ഓഫ് വുമൺ എൻ്റർപ്രനേഴ്ഷിപ്പ് ഇൻ കേരള. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ക്ലിയർ എന്തുകൊണ്ടാണ് സ്ലോ ഗ്രോത്ത് വുമൺ എൻ്റർപ്രൈസസിൽ സ്ലോ ഗ്രോത്ത് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിനുള്ള റീസൺസ് എന്തൊക്കെയാണ്? സോ റീസൺസ് ആർ ലിസ്റ്റഡ് ബിലോ. നമ്പർ 1, അൺഫേവറബിൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ക്ലിയർ? അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലേ. മിക്കവാറും വുമൻസിന് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്താ ഒരു ഡിസൈസീവ് റോളാണ് ഫാമിലിയിൽ ചെയ്യുന്നത് അല്ലേ. ഫാമിലിയുടെ എല്ലാ അഫെയേഴ്സും നോക്കി നടത്തേണ്ട ഒരു ചുമതല ഉള്ളതുകൊണ്ട് ക്ലിയർ. ഇത്തരത്തിലുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ ബിസിനസ്സിന് എൻ്റർപ്രൈസസിന് അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റികൾ ഫേവറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല വരിക. ക്ലിയർ? അപ്പോൾ ചിൽഡ്രൻസ്, ഹസ്ബൻഡ് അല്ലെങ്കിൽ പാരൻസ് അങ്ങനെയുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി നടത്തേണ്ടതുണ്ട്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു റീസണാണ് സ്ലോ ഗ്രോത്തിന്. ഓക്കെ. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ. ക്ലിയർ? വുമൻസിനിടയിൽ
ബിസിനസ് എഡ്യൂക്കേഷൻ കുറഞ്ഞു വരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊക്കെ അത് മാറിയിട്ടുണ്ട്. എങ്കിലും അല്ലേ, കേരളത്തിൻ്റെ സിറ്റുവേഷനിൽ പൊതുവെ മാറ്റങ്ങളൊക്കെ വളരെയധികം വന്നിട്ടുണ്ട്. എങ്കിലും പൊതുവായിട്ട് പറയുന്ന സമയത്ത് ലാക്ക് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ ഒരു റീസണായിട്ട് പറയാം. ഡ്യുവൽ റോൾ ഓഫ് വുമൻ, ക്ലിയർ. വാട്ട് ഈസ് എ ഡ്യുവൽ റോൾ? ക്ലിയർ. ഒന്ന് ഫാമിലി മെമ്പർ എന്ന നിലയിൽ, അല്ലേ, അതുപോലെ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റർപ്രണർ എന്ന നിലയിൽ, ക്ലിയർ. നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു മെയിൽ എൻ്റർപ്രണർ ആണെങ്കിൽ മിക്കവാറും ഭൂരിഭാഗം സമയവും എൻ്റർപ്രൈസസിനും എൻ്റർപ്രണറൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ഡിവോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു വുമൺ എൻ്റർപ്രണർക്ക് ഒരു പക്ഷേ അത് പറ്റില്ല. കാരണം എന്താ, ഡബിൾ റോൾ അല്ലെങ്കിൽ ഡ്യുവൽ റോളായിട്ട് വരും. അപ്പോൾ ഫാമിലിയുടെ കാര്യം നോക്കണം, എൻ്റർപ്രൈസിൻ്റെ കാര്യം നോക്കണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു റോള്, ഡ്യുവൽ റോൾ ഉള്ളതുകൊണ്ട് എൻ്റർപ്രണർഷിപ്പിൻ്റെ ഗ്രോത്ത് തടസ്സപ്പെടുന്നു, അല്ലെങ്കിൽ അത് കുറഞ്ഞു പോകുന്നു അതിൻ്റെ ഗ്രോത്തിൻ്റെ, ക്ലിയർ. അപ്പോൾ കുറച്ച് എണ്ണം മാത്രമല്ലേ, നേരത്തെ പറഞ്ഞ പോലെ 13% to 15% വരെ മാത്രമേ എൻ്റർപ്രൈസസ് വുമൺ എൻ്റർപ്രണേഴ്സിൻ്റെ ആയിട്ടുള്ളൂ. ദെൻ ലാക്ക് ഓഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ട്രെയിനിങ്. ലാക്ക് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ട്രെയിനിങ്. ആപ്റ്റിറ്റ്യൂഡ് പൊതുവേ ബിസിനസ്സിനോടുള്ള അഫിനിറ്റി, ആപ്റ്റിറ്റ്യൂഡ് കുറവാണ്, അല്ലേ, ആഭിമുഖ്യം കുറവാണ്. അതുപോലെ തന്നെ ട്രെയിനിങ്ങിൻ്റെ അപര്യാപ്തത, അതും ഒരു റീസണായിട്ട് പറയാം. ദെൻ ആബ്സെൻസ് ഓഫ് ഇൻഡിവിജ്വലിസ്റ്റിക് സ്പിരിറ്റ്, ക്ലിയർ. മിക്കവാറും അല്ലേ ഒരു ബിസിനസ്സും അതുപോലെ തന്നെ എൻ്റർപ്രൈസും ഒക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എന്ത് വേണം, ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് സ്പിരിറ്റ് വേണം, അല്ലേ. പ്രോഫിറ്റ് മേക്കിംഗ് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുക, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക, അതിനൊക്കെ ഇൻഡിവിജ്വലിസ്റ്റിക് സ്പിരിറ്റ് ആവശ്യമാണ്. പക്ഷേ വുമണിന് പൊതുവായിട്ട് എന്തുണ്ടാവാറില്ല, ഇത്തരത്തിലൊരു ഇൻഡിവിജ്വലിസ്റ്റിക് സ്പിരിറ്റ് ഉണ്ടാവാറില്ല. പകരം അല്ലേ ഫാമിലി സ്പിരിറ്റ് അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ ഫാമിലി, ആ രീതിയിലേക്കായിരിക്കും, ഒരു കളക്റ്റീവായിട്ടുള്ള സ്പിരിറ്റ് ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എൻ്റർപ്രൈസസിന് അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പിനൊരു തടസ്സമായിട്ട് അല്ലെങ്കിൽ സ്ലോ ഗ്രോത്തിൻ്റെ റീസണായിട്ട് നിൽക്കുന്നു. ലാക്ക് ഓഫ് ഫ്രീഡം ടു ചൂസ് എ ജോബ് അക്കോർഡിംഗ് ടു ദി എബിലിറ്റി, ഇൻഫ്ലുവൻസ് ഓഫ് സെക്സ്, കസ്റ്റം, എക്സെട്ര, ക്ലിയർ. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഫ്രീഡം ടു ചൂസ് എ ജോബ് അക്കോർഡിംഗ് ടു എബിലിറ്റി, ക്ലിയർ. എബിലിറ്റി അനുസരിച്ചൊരു ജോലി അല്ലെങ്കിൽ ഒരു ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രീം ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നതിന് വുമൺ പലപ്പോഴും കഴിയാറില്ല, ക്ലിയർ. അതിന് ഒട്ടനവധി ഘടകങ്ങളുണ്ട്, അല്ലേ. അപ്പോൾ ഫാമിലി അല്ലെങ്കിൽ മാരീഡ് ലൈഫ്, അല്ലേ, മറ്റുള്ള കാര്യങ്ങൾ, ചിൽഡ്രൻസ്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുള്ളതുകൊണ്ട് സോ ഫ്രീഡം ഫോർ വുമൺ അത് വളരെയധികം ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനാണ്, ക്ലിയർ. അപ്പോൾ അത് ഒരു റീസണാണ്. പിന്നെയോ അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് സെക്സ്, ക്ലിയർ. ജെൻഡർ ഇൻഇക്വാലിറ്റി നമുക്കറിയാൻ പറ്റും, അല്ലേ. അപ്പോൾ ആ രീതിയിൽ ക്ലിയർ വുമൻസിന് പൊതുവായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഒരു അക്സെപ്റ്റബിലിറ്റി കുറയും, ക്ലിയർ. അപ്പോൾ അത് ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടറായിട്ട് വരാം, അല്ലേ, ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം. അതുപോലെ കസ്റ്റം, സോഷ്യൽ കസ്റ്റം, അല്ലേ, സോഷ്യൽ ബിലീഫ്, അതും ഇതിൻ്റെ ഒരു റീസണായിട്ട് നിൽക്കുന്നു. ഓക്കെ. ദെൻ ഫാമിലി ബർഡൻ ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ മെയിൽ പാരൻസ് പാർട്ട്നേഴ്സ് ഓഫ് മെനി വുമൻസ് ആർ വർക്കിംഗ് ഇൻ മിഡിൽ ഈസ്റ്റ് കൺട്രീസ്. ഇപ്പോൾ കേരളത്തിൻ്റെ കേസ് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലേ, മിക്കവാറും അല്ലേ കുറേയധികം ഫാമിലീസിലെങ്കിലും മെയിൽ പോപ്പുലേഷൻ അവർ വർക്ക് ചെയ്യുന്നത് അബ്രോഡ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള അവേ ഫ്രം ദി ഹോം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫാമിലി മാറ്റേഴ്സോ അല്ലെങ്കിൽ ഹോം മാറ്റേഴ്സൊക്കെ ശ്രദ്ധിക്കാൻ മറ്റൊരാളുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതും ഒരു പ്രധാനപ്പെട്ട റീസണായിട്ട് പറയാം. ഇനാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, വുമൺ എൻ്റർപ്രണേഴ്സിന് ഡെവലപ്പ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് വരാൻ സൗകര്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അപര്യാപ്തതയും ഒരു റീസണാണ്. ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ടെക്നിക്കൽ നോളേജ്, അല്ലേ, സ്വന്തമായിട്ട് ക്യാപിറ്റൽ കൈവശം ഉണ്ടാവില്ല, അല്ലേ, പലപ്പോഴും വുമൻസിനയിൽ, ക്ലിയർ. അതുപോലെ ടെക്നിക്കൽ നോഹോ ഒരു പക്ഷേ ഉണ്ടാവണമെന്നില്ല. ഇപ്പോഴൊക്കെ സ്ഥിതി മാറുന്നുണ്ട് കേരളത്തിൽ, ക്ലിയർ. ടെക്നിക്കൽ നോഹോ ഉള്ള അല്ലെങ്കിൽ ടെക്നോളജിയിലെ എഡ്യൂക്കേഷനുള്ള സ്കിൽസുള്ള പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഒട്ടനവധി വുമൻസ്, അല്ലേ, പുറത്തു വരുന്നത്. പക്ഷേ എങ്കിലും അത് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ടെക്നിക്കൽ നോഹോൻ്റെ അപര്യാപ്തത, അതുപോലെ തന്നെ ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റലൊക്കെ നമുക്ക് റീസണായിട്ട് പറയാം. ലാക്ക് ഓഫ് ആഡിക്വേറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, അതും ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് പറയാൻ പറ്റും, അല്ലേ. ഇപ്പോൾ കേരളം അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഒക്കെ സഫീഷ്യൻ്റ് അല്ല, അല്ലെങ്കിൽ അത്രത്തോളം സ്പീഡി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല, ക്ലിയർ. അപ്പോൾ അത് എന്തിന് തടസ്സമാകുന്നു, വുമൺ എൻ്റർപ്രൈസസിന് അതിൻ്റെ ഗ്രോത്തിന് തടസ്സമാണ്. ദെൻ ഷോർട്ടേജ് ഓഫ് പവർ, ക്ലിയർ. പവർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, അത് അതിൻ്റെ ഷോർട്ടേജ്, ക്ലിയർ. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ ലാക്ക് ഓഫ് സെക്യൂരിറ്റി, ക്ലിയർ. സെക്യൂരിറ്റിയുടെ പ്രോബ്ലം, അല്ലേ, സുരക്ഷയുടെ പ്രോബ്ലം. വുമൻസിന് മെയിൽ പോപ്പുലേഷനെ പോലെ അല്ലെങ്കിൽ മെയിലായിട്ടുള്ള ഓൺടർപ്രണേഴ്സിനെ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനോ, ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ, അല്ലേ, ഫ്രീ ആയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനോ ട്രാവൽ ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്, ക്ലിയർ. ബിക്കോസ് ഓഫ് സെക്യൂരിറ്റി ഇഷ്യൂസ്, ക്ലിയർ. അപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്
പേഴ്സണൽ സെക്യൂരിറ്റിയുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്, ക്ലിയർ. വുമൺ എന്ന നിലയിലുള്ള ജെൻഡർ സെക്യൂരിറ്റിയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇത് ഒരു റീസണായിട്ട്, ക്ലിയർ, സ്ലോ ഗ്രോത്തിനുള്ള റീസണായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ ആബ്സെൻസ് ഓഫ് ഐഡിയൽ മാർക്കറ്റ് കണ്ടീഷൻ, ക്ലിയർ, അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ളൊരു ഐഡിയൽ കണ്ടീഷൻ ലോക്കലൈസ്ഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, പുറമേ പോയിട്ട് മാർക്കറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രാവലിംഗ് ഒക്കെ ആവശ്യമായിട്ട് വരും. അതൊരു വിഘാതമായിട്ട് നിൽക്കുന്നു. ദെൻ കോമ്പറ്റീഷൻ ഇൻ corruption in administration, clear. So corruption is another factor that hinders the growth of women enterprises. Okay. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് പ്രോബ്ലംസ് ഓഫ് വുമൺ എൻ്റർപ്രനേഴ്സ്. വുമൺ എൻ്റർപ്രനേഴ്സ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇന്ത്യയിലെ സോഷ്യൽ സിസ്റ്റം തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലേ, സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരു പ്രോബ്ലമായിട്ട് നിൽക്കുന്നത്, ക്ലിയർ. ഫാമിലി ആൻഡ് സോഷ്യൽ സിസ്റ്റം, കൾച്ചറൽ, അല്ലേ, ബിലീവ്, ക്ലിയർ, സോഷ്യൽ കസ്റ്റം ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, അല്ലേ. സ്ത്രീ എന്ന് പറയുന്നത് ഇപ്പോൾ അബല എന്നുള്ള രീതിയിലാണ് നമ്മൾ വീക്കർ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും കാണുക അല്ലെങ്കിൽ വീക്ഷിക്കുന്നത്, സമൂഹം വീക്ഷിക്കുന്നത്. ഈവൻ ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളിൽ പോലും അങ്ങനെയുള്ള രീതിയിലാണ് ഡിപ്പെൻഡൻ്റ് എന്നുള്ള നിലയിലായിരിക്കും വ്യൂ ചെയ്യപ്പെടുന്നത്, ക്ലിയർ. ഇതിലൊക്കെ മാറ്റങ്ങളൊക്കെയാണ് പല രീതിയിലും ഗവൺമെൻറ്, പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ്റൊക്കെ കൊണ്ടുവന്നത്, അല്ലേ. ഇപ്പോൾ റേഷൻ കാർഡ് പോലും വുമൻസിൻ്റെ പേരിലാണ് ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും, എംപവർമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും, ക്ലിയർ, പലതരത്തിലുള്ള പ്രോബ്ലംസും നേരിടുന്നു. സോ നമ്പർ 1 ഈസ് ഷോർട്ടേജ് ഓഫ് ഫിനാൻസ്, ക്ലിയർ. ഒന്നാമത്തെ ഘടകമാണെന്ത്, ഫിനാൻസിൻ്റെ ഷോർട്ടേജ്, ക്ലിയർ. സാധാരണഗതിയിൽ വുമൻസിൻ്റെ കയ്യിൽ, അല്ലേ, ഫണ്ട് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ഉണ്ടാവില്ല. ഇനി അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യണം, അത് മറ്റാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, ക്ലിയർ. അങ്ങനെയുള്ള ഷോർട്ടേജ് ഓഫ് ഫണ്ട്, ഓൺ ഫണ്ട് ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഷോർട്ടേജ്, ഓക്കെ, ഇതൊരു പ്രശ്നമാണ്. അതുപോലെ ലോൺ എടുക്കാൻ പോകുമ്പോൾ തന്നെ, അല്ലേ, സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അതൊരു പ്രോബ്ലമായിട്ട് വരും. അപ്പം പലപ്പോഴും ഇങ്ങനെയുള്ള ഫണ്ടിന് വേണ്ടി മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽ, ക്ലിയർ. ആവശ്യത്തിനുള്ള റോ മെറ്റീരിയൽ ഇല്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, ക്ലിയർ. പക്ഷേ ഗവൺമെൻറ് പലതരത്തിലുള്ള സ്കീംസ് വഴി റോ മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടി, ക്ലിയർ, ഉള്ള ശ്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സ്കീംസ് ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽ ആക്ട് ആസ് വൺ ഓഫ് ദി പ്രോബ്ലം ഫോർ ദി ഗ്രോത്ത് ഓഫ് വുമൺ എൻ്റർപ്രനർഷിപ്പ്, ഓക്കെ. ദെൻ ഇനാഡിക്വേറ്റ് മാർക്കറ്റിംഗ് ഫെസിലിറ്റി, ക്ലിയർ. മാർക്കറ്റിംഗ് ഫെസിലിറ്റിയുടെ അപര്യാപ്തത, അല്ലേ. അത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും അതിനാവശ്യമായിട്ടുള്ള, ക്ലിയർ, മാർക്കറ്റിംഗ് ഫെസിലിറ്റി ലോക്കലൈസ്ഡ് ഇല്ല എങ്കിൽ പ്രശ്നങ്ങളാണ്. എന്താ കാരണം, ദൂരസ്ഥലങ്ങളിൽ പോയിട്ട് മാർക്കറ്റ് ചെയ്യാൻ വുമൻസിന് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസിൻ്റെ, ക്ലിയർ, അപര്യാപ്തത, ഇൻസഫിഷ്യൻസി, അതൊരു പ്രോബ്ലമായിട്ട് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കീൻ കോമ്പറ്റീഷൻ, ക്ലിയർ. മറ്റുള്ള എല്ലാ യൂണിറ്റുകളുമായിട്ടായിരിക്കും വുമൺ എൻ്റർപ്രൈസസിന് കോമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ടഫ് കോമ്പറ്റീഷൻ, കീൻ കോമ്പറ്റീഷനാണ് നേരിടേണ്ടി വരുന്നത്. ഇതും ഒരു പ്രധാനപ്പെട്ട റീസണായിട്ട് നമുക്ക് ഒരു പ്രോബ്ലമായിട്ട് പറയാൻ പറ്റും. ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലേ. പലപ്പോഴും വുമൺ എൻ്റർപ്രൈസസ്, അല്ലേ, അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റിന്, ക്ലിയർ, ക്വാളിറ്റി ഒരു പക്ഷേ ഉണ്ടെങ്കിൽ പോലും അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുന്നതിന് കാരണമായിട്ട് മാറും, ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ് കുറയും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലം നേരിടുന്നുണ്ട്, ക്ലിയർ. ഹയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ക്ലിയർ. ദെൻ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവൽ റോൾ വുമൻസിന് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഓൺട്രപ്രണറുടെ റോള്, അതുപോലെ തന്നെ വേറൊന്ന് ഫാമിലിയുടെ റോള്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാമിലി റോള് പലപ്പോഴും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നുമുണ്ട്. അത് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായിട്ട് വരും. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ബിക്കം എ പ്രോബ്ലം. ദ ലോ മൊബിലിറ്റി, അല്ലേ. മൊബിലിറ്റി അല്ലെങ്കിൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ട്രാവൽ, ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അല്ലേ. വുമൻസ് ആയതുകൊണ്ട് തന്നെ ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ മൊബിലിറ്റിയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ബാങ്കേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരുമായിട്ടൊക്കെ റാപ്പോർട്ടോ റിലേഷൻഷിപ്പോ ഒക്കെ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അവരുമായിട്ട് മീറ്റ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ട് നേരിടും, ഓക്കെ, ദൂര സ്ഥലങ്ങളിൽ പോയിട്ട്. ദെൻ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ആവശ്യത്തിനുള്ള എഡ്യൂക്കേഷനോ ട്രെയിനിങ്ങോ ഇല്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ കേരളത്തിലെ സ്ഥിതിവിശേഷമൊക്കെ വ്യത്യാസമാണ്, അല്ലേ. ഇവിടെ കൂടുതൽ വുമൻസിനും ഈക്വലായിട്ട് തന്നെ എഡ്യൂക്കേഷനൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഈസ് അനദർ പ്രോബ്ലം. ദെൻ ലോ കപ്പാസിറ്റി ടു റിസ്ക് ബിയർ, അല്ലേ.
റിസ്ക് ബെയറിംഗ് കപ്പാസിറ്റി പൊതുവെ കുറവാണ്. മെയിൽ പോപ്പുലേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് റിസ്ക് ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി എന്ന് പറയുന്നത് കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സോഷ്യൽ ആറ്റിറ്റ്യൂഡ് അല്ലേ, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ക്ലിയർ? ഒരു വുമൺ അല്ലേ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഫാമിലി മാറ്റേഴ്സൊക്കെ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു പക്ഷേ സോഷ്യൽ ആറ്റിറ്റ്യൂഡ് എൻറ്റയർലി മാറും. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ സമൂഹത്തിൽ ഉള്ള ആറ്റിറ്റ്യൂഡ് ക്ലിയർ ടുവേർഡ്സ് വുമൺ, ടുവേർഡ്സ് ഗേൾസ്, അല്ലെങ്കിൽ ടുവേർഡ്സ് ബിസിനസ് വുമൺ ക്ലിയർ, അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ക്ലിയർ? ഒരു പ്രോബ്ലമായിട്ട് മാറും. ലോ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, അപ്പോൾ അച്ചീവ്മെൻറ്റിനുള്ള നീഡ് വളരെ കുറവാണ് അല്ലേ. നമുക്കറിയാം ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഫീച്ചർ അല്ലെങ്കിൽ നേച്ചർ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഹൈ ഡിഗ്രി ഓഫ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് വേണം. ക്ലിയർ? അപ്പം നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ വുമൻസിൻ്റെ കേസിൽ വളരെ ലോ ആയിരിക്കും. ക്ലിയർ? അവർക്ക് ഇൻഡിവിജ്വലിസ്റ്റിക് ഗോൾസ് ഒന്നും ഉണ്ടാവില്ല മിക്കവാറും. ക്ലിയർ? അതുകൊണ്ട് തന്നെ ഒരു കളക്റ്റീവ് ഗോൾസിന് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുക. അപ്പോൾ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് വളരെ കുറവായിരിക്കും, അതിനുള്ള ഡ്രൈവ് മോട്ടീവ്സ് ഒക്കെ കുറവായിരിക്കും. ക്ലിയർ? അപ്പോൾ ഇതൊരു പ്രോബ്ലമായിട്ട് വരാം. ലാക്ക് ഓഫ് ട്രെയിനിങ് അനദർ പ്രോബ്ലം. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ബിസിനസ് ട്രെയിനിങ്, അല്ലെങ്കിൽ ബിസിനസ് മാനേജറൽ ട്രെയിനിങ്, പ്രൊഫഷണൽ ട്രെയിനിങ്, ഇതൊക്കെ കുറവായിരിക്കും. അതൊരു പ്രോബ്ലമാണ്. ലാക്ക് ഓഫ് ഇൻഫർമേഷൻ, പലപ്പോഴും ബിസിനസ് റിലേറ്റഡ് ആയുള്ള ഇൻഫർമേഷൻ വുമൻസിന് കിട്ടുന്നതിനുള്ള ആക്സസിബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പം അതും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് വുമൺ എൻ്റർപ്രൈസസിന് നേരിടുന്ന പ്രശ്നങ്ങൾ. പക്ഷേ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. കുറേയധികം മെത്തേഡ്സിൽ അല്ലെങ്കിൽ മെഷേഴ്സിൽ നമുക്കത് സോൾവ് ചെയ്തെടുക്കാം. സോ വാട്ട് ആർ ദ മെഷേഴ്സ് ബൈ വിച്ച് വി ക്യാൻ സോൾവ് ദി പ്രോബ്ലംസ്? ക്ലിയർ? ഒന്ന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ? എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. ബാങ്ക് ആൻഡ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലിയർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എന്ത് ചെയ്യുക, സ്പെഷ്യൽ സെൽസ് ക്രിയേറ്റ് ചെയ്യുക. വുമൻ എൻ്റർപ്രൈസസിന് ലോൺസ് കൊടുക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ കോട്ട നിശ്ചയിക്കുക, അതിലൂടെ കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ വുമൻ എൻ്റർപ്രൈസസിന് നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലേ, ഷോർട്ടേജ് ഓഫ് ഫിനാൻസ്, അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഫെസിലിറ്റീസും സ്കീംസൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. ഓക്കെ. ദെൻ വുമൻ എൻ്റർപ്രൈസസ് ഷുഡ് ബി encouraged and assisted to set up cooperatives. കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഫോമിലോ അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, കുറേയധികം വുമൻസ് ഒന്നിച്ചുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു പരിധിവരെ ഇപ്പോൾ പാർട്ട്ണർഷിപ്പോ പ്രൊപ്പറേറ്റീവ് കൺസേണോ അല്ലെങ്കിൽ ജോയിൻസ് ഓഫ് കമ്പനിയോ ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടി അല്ലേ ഒരു കോപ്പറേറ്റീവ് ഫോം അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലേ ആ രീതിയിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വരുമ്പോൾ കുറേയധികം ആൾ അതേ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറേയധികം ആൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും, വുമൻസ് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സപ്പോർട്ടും അസിസ്റ്റൻസ് ഒക്കെ കിട്ടുന്നുമുണ്ട്. ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനും നടത്തിക്കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിട്ട് മാറും. ഓക്കെ. ഇതിന് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആവശ്യമായുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക, അവയർനെസ് സമൂഹത്തിലും ഫാമിലിയിലൊക്കെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. എന്തിനു വേണ്ടിയുള്ള അവയർനെസ്? നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് വുമൺ എൻ്റർപ്രണർഷിപ്പ്, അതിൻ്റെ ആവശ്യകത, അതിനെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തുക. ഓക്കെ. Then scarce and imported raw material may be made available to the women enterprises on quota basis or a priority basis. സ്കേഴ്സ് ആയിട്ടുള്ള റോ മെറ്റീരിയലോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് റോ മെറ്റീരിയലൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് എടുക്കുക. ക്ലിയർ? പ്രയോറിറ്റി ബേസിസിൽ അവർക്കത് ആദ്യം അവൈലബിൾ ആക്കുക. സ്റ്റെപ്സ് മേ ബി ടേക്കൺ ടു മേക്ക് ഫാമിലി മെമ്പേഴ്സ് അവെയർ ഓഫ് ദി പൊട്ടൻഷ്യൽ ഓഫ് വുമൻസ് ആൻഡ് ഗേൾസ് ആൻഡ് ദെയർ ഡ്യൂ റോൾ ഇൻ ദ സൊസൈറ്റി അല്ലേ. അതിനെക്കുറിച്ച് ഫാമിലിയെയും അതുപോലെ തന്നെ സൊസൈറ്റിയൊക്കെ അവയർനെസ്സും എഡ്യൂക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്ത് ബോധവൽക്കരിക്കുക. ക്ലിയർ? നമ്മൾ പറയാറുണ്ട് അല്ലേ പലപ്പോഴും. ക്ലിയർ? എഡ്യൂക്കേഷൻ ടു എ വുമൻ എന്ന് പറയുന്നത് എന്താ? എഡ്യൂക്കേഷൻ ടു എ ഫാമിലിയാണല്ലേ. ഒരു വുമനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ഫാമിലിക്ക് തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന തരത്തിലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു വുമൻ എംപവേർഡ് ആയിട്ട് മാറുന്ന സമയത്ത് ഒരു ഫാമിലി തന്നെ എംപവേർഡ് ആയിട്ട് മാറും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. So honest and sincere attempts should be undertaken by the government and social organization to increase literacy among female. ഇപ്പോൾ വുമൻസിനിടയിലുള്ള ലിറ്ററേച്ചർ റേറ്റ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് കേരളത്തിൽ പൊതുവെ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്, പക്ഷേ മറ്റുള്ള സ്റ്റേറ്റ്സിലൊക്കെ കുറവാണ്. അപ്പോൾ അതനുസരിച്ച് ഗവൺമെൻറ്റും സോഷ്യൽ ഓർഗനൈസേഷൻസും NGOസും ഒക്കെ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ റൂറൽ ഏരിയ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഷുഡ് ബി ഡെവലപ്ഡ് ഫോർ ഹെൽപ്പിംഗ് വുമൻ. കുറേയധികം സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസ് വുമൻസിന് ആവശ്യമായിട്ടുള്ള ഇപ്പോഴുണ്ട്, അങ്ങനെയുള്ളതുണ്ട്. അതിന് പുറമെ കൊണ്ടുവരിക. ക്ലിയർ? അപ്പോൾ അത് ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നതിന് സഹായിക്കും, പുതിയ എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കും. ഇപ്പോൾ എല്ലാം കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും അതുപോലെ തന്നെ വുമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. ക്ലിയർ? വനിതാ വികസന കോർപ്പറേഷൻ. അപ്പോൾ അതുവഴിയും അതല്ലാതെ
സൊസൈറ്റികൾ വഴി, കോപ്പറേറ്റീവ് ബാങ്കുകൾ വഴി, സൊസൈറ്റികൾ വഴി, ഓക്കെ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ വഴി, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി ഒക്കെ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവൈൽ ചെയ്യുക, എന്നിട്ട് അതനുസരിച്ച് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയെടുക്കുക. ദെൻ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഫോർ ദി purpose of buying and selling, clear, raw material and finished goods should be provided in easy reach. അതുപോലെ തന്നെയാണ് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ആവശ്യത്തിന് ഓഫർ ചെയ്യുക. ക്ലിയർ, മെറ്റീരിയൽസിനുള്ള സപ്ലൈ, ഇൻപുട്സ്, ആവശ്യമായിട്ടുള്ള ഇൻപുട്സിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് ഉറപ്പുവരുത്തുക. ക്ലിയർ, അത് ലോക്കലി അവൈലബിൾ ആണെന്നതിന് വേണ്ടി ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ പ്രൊക്വയർ ചെയ്ത് കൊടുക്കുന്ന തരത്തിലുള്ള സ്കീംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ മാർക്കറ്റിംഗ്, ഫിനിഷ്ഡ് പ്രൊഡക്ട്സിൻ്റെ മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഔട്ട്ലെറ്റുകളോ അല്ലെങ്കിൽ അത് കളക്ട് ചെയ്ത് കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കിതിനെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ, അതുപോലെ തന്നെ ഫെസിലിറ്റീസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ക്ലിയർ, മസ്റ്റ് ബി മെയ്ഡ്. എൻ്റർപ്രണർഷിപ്പ് ട്രെയിനിങ്, ഓക്കെ, അതുപോലെ ബിസിനസ് ട്രെയിനിങ്, മാനേജർ ട്രെയിനിങ്, പ്രൊഫഷണൽ ട്രെയിനിങ്, ക്ലിയർ, സ്കിൽ ട്രെയിനിങ്, ഇതെല്ലാം കൊടുത്ത് അവരെ എംപവർ ചെയ്യുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട മെഷറാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്തെടുക്കാൻ പറ്റും. ദെൻ മെഷേഴ്സ് ടേക്കൺ ബൈ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് വുമൻ എൻ്റർപ്രണേഴ്സ് ഇൻ ഇന്ത്യ. ക്ലിയർ, കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. മുഴുവൻ കാര്യങ്ങളില്ല, റീസെൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. മോസ്റ്റ് റീസെൻ്റ് ഒന്നുമല്ല, ഇത് കുറേ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന കുറച്ച് സ്കീംസിനെ കുറിച്ച് പെട്ടെന്ന് നോക്കി പോവാം. ക്ലിയർ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം, പക്ഷേങ്കിലും ഇപ്പോൾ പെട്ടെന്ന് നോക്കി പോവാം. സ്വാമി വിവേകാനന്ദൻ്റെ ഒരു കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ, ജസ്റ്റ് ആസ് എ ബേർഡ് കുഡ് നോട്ട് ഫ്ലൈ വിത്ത് വൺ വിങ് ഓൺലി, എ നേഷൻസ്, ക്ലിയർ, march forward if the women are left, clear, behind. No nation, clear, a nation would not, clear, march forward. അപ്പോൾ സാധാരണ ഒരു ബേർഡിന് ഒറ്റ ചിറ കൊണ്ട് പറക്കാൻ പറ്റാത്ത പോലെ തന്നെ അല്ലേ, നമ്മളെ പോപ്പുലേഷൻ്റെ പകുതിയോളം വരുന്ന വുമൻസ് തന്നെയാണ്. അതുകൊണ്ട് അവരെ ഒഴിവാക്കിക്കൊണ്ട്, നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുകയുണ്ടായി. ക്ലിയർ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരുന്നു, വുമൻ എംപവർമെൻറ്റ് അല്ലെങ്കിൽ വുമൻ എഡ്യൂക്കേഷൻ ട്രെയിനിങ്, അതുപോലെ തന്നെ വുമൻ എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വുമൻ എംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് അത് ഊന്നി പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് സ്കീംസിനെ കുറിച്ചാണ് ഇവിടെ നോക്കുന്നത്. So women empowerment should be one of the primary goal of the society. Clear, and empowerment of in the real sense does not necessarily mean living in the midst of material comforts and luxuries. Clear, അതൊന്നും വ്യത്യാസമായിട്ട്, ലക്ഷറീസിൽ ജീവിക്കുക എന്നുള്ളതല്ല എംപവർമെൻ്റ് കൊണ്ട് മീൻസ്. പിന്നെ എന്താണ്, സ്വന്തമായിട്ടുള്ള ഒരു വരുമാനം അല്ലേ, അതുപോലെ തന്നെ റൈറ്റ്സ്. ക്ലിയർ, അപ്പോൾ അതെല്ലാം കിട്ടുമ്പോഴേ എംപവേർഡ് ആവുള്ളൂ. സോ വുമൻ ഷുഡ് ബി ഗിവൻ equality, clear, a right to decision making, entitlement and dignity, clear, അതുപോലെ തന്നെ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഇൻകം ജനറേഷനുള്ള പാർട്ടിസിപ്പേഷൻ, ഇൻകം ഏണിംഗ് കപ്പാസിറ്റി, ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴേ ഒരു എംപവർമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ. അതുപോലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. So when a woman moves forward, clear, the family moves, the village moves and the nation moves. Clear, അപ്പോൾ അതൊരു നെഹ്റുവിൻ്റെ കോട്ടായിട്ട് പറയാം. ക്ലിയർ, ഒരു വുമൻ മൂവ് ചെയ്യുക അല്ലെങ്കിൽ ഫോർവേഡിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി തന്നെയാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വില്ലേജുകളൊക്കെ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നാഷണൽ മൂവ് ചെയ്യും. ക്ലിയർ, അപ്പോൾ ഒരു നാഷണൽ മൂവ്മെൻറ്റ് സാധ്യമാവണമെങ്കിൽ എന്ത് ചെയ്യണം, വുമൻ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ വുമൻ്റെ ഫോർവേഡ് അല്ലെങ്കിൽ എംപവർമെൻറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എംപ്ലോയ്മെൻ്റ് ആയിക്കോട്ടെ, ക്ലിയർ, വരുമാനം ആയിക്കോട്ടെ, ഇൻകം ജനറേഷൻ ആയിക്കോട്ടെ, ക്ലിയർ, സോഷ്യൽ എംപവർമെൻ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം. So development of women can be achieved through health, education, then economic participation or independence, clear, economic independence. ഇതിൽ കൂടെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് സെൻട്രലി സ്പോൺസർ ആയിട്ടുള്ള കുറച്ച് സ്കീംസ് ആണ്. ഒന്ന് ട്രൈസം, TRYSEM എന്ന് പറയും. ക്ലിയർ, അപ്പോൾ ട്രൈസം എന്ന് പറയുന്നത് ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ
സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്നാണ്. യുവാക്കൾക്ക് വേണ്ടിയുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമാണ് 1979 ലോഞ്ച് ചെയ്ത ഈ പ്രോഗ്രാം. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്താണ്? ടു പ്രൊവൈഡ് ടെക്നിക്കൽ സ്കിൽസ് ടു യൂത്ത് between 18 years and 35 years of age from families below the poverty line to enable them to take up self-employment. Clear? Poverty ലൈനിൽ വരുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന ആളുകളിൽ നിന്നും യുവാക്കളിൽ നിന്നും എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുത്ത് അവരെ എന്തിനെ പ്രാപ്തമാക്കുക? ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് ലഭിക്കുന്നതിന് വേണ്ടി, സ്വയം തൊഴിൽ നേടുന്നതിന് വേണ്ടി, സ്വന്തമായ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി അവരെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയുള്ള സ്കീമാണ്. ഇങ്ങനെയുള്ള സ്കീമിൽ so this is a scheme of IRDP. So integrated rural development project ന്റെ ഭാഗമായിട്ട് സ്കീംസ് കൊണ്ടുവന്നു. ഹിയർ ടു 40% ഓഫ് ദി ട്രൈസം ട്രെയിനീസ് ആർ മസ്റ്റ് ബി വുമൺ. ക്ലിയർ? ആകെയുള്ള ട്രെയിനീസിന്, ട്രൈസം പദ്ധതിയിൽ ഉൾപ്പെടുന്ന ട്രെയിനീസിന് 40% വുമൻസ് ആയിരിക്കണം നിർബന്ധമുണ്ട്. ക്ലിയർ? അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയും പാർട്ടിസിപ്പേഷൻ, അത്രയും ട്രെയിനിങ്, അത്രയും ആളുകൾക്ക് ട്രെയിനിങ് കിട്ടും അല്ലേ? അപ്പോൾ അവർക്കൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലൊരു വികസനം ഫ്യൂച്ചറിൽ ഉണ്ടാവും. So training given through ITIs, polytechnics, Krishi Vigyan Kendras, Nehru Yuva Kendra, etc. was helped many rural women to set up their own micro enterprises with IRDP assistance. ഇതിനു വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ് ട്രൈസം ആൻഡ് IRDP. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് എന്താണ് IRDP? ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ക്ലിയർ? അല്ലെങ്കിൽ പ്രോജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ബാങ്ക്സ്. സോ ബാങ്കുകൾ, ഓരോ ബാങ്കുകളിലും വുമൻസിന് ലോൺസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീംസ്, സ്പെഷ്യലായിട്ടുള്ള സ്കീംസ് തന്നെയുണ്ട്. ക്ലിയർ? ഇപ്പോൾ റൂറൽ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ അനുസരിച്ച്, ക്ലിയർ, ട്രെയിനിങ്, ക്ലിയർ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഇങ്ങനെയുള്ള കേസസിലൊക്കെ വുമൻസിന് എന്ത് കൊടുക്കണം? പ്രാതിനിധ്യം കൊടുക്കണം. ക്ലിയർ? സോ ട്രെയിനിങ് പ്രോഗ്രാംസ്, ആർട്ടിസാൻസ് ഗിൽഡ്, മദർ യൂണിറ്റ്സ്, ഓക്കെ, ആൻഡ് കോമൺ സർവീസ് സെൻറ്റേഴ്സ്, വുമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, പ്രൊമോഷൻ ഓഫ് റൂറൽ നോൺ ഫാം എൻ്റർപ്രൈസസ്, വുമൻ വെഞ്ചേഴ്സ്. ക്ലിയർ? ഇതിനൊക്കെ ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വഴി, NGOs വഴി ബൾക്കായിട്ടും ലെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഇടയിൽ നിന്ന് ലോൺസും അഡ്വാൻസസ് ഒക്കെ കിട്ടും. ദെൻ നബാർഡ്. ക്ലിയർ? നബാർഡിൻ്റെ സ്കീംസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? വുമൻ എൻ്റർപ്രനേഴ്സിന് അസിസ്റ്റൻസ് ഒക്കെ കിട്ടുന്നു. ക്ലിയർ? സോ അസിസ്റ്റൻസ് റൂറൽ വുമൺ ഇൻ നോൺ ഫാം ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ഫാം ഡെവലപ്മെൻറ്റോ നോൺ ഫാം ഡെവലപ്മെൻറ്റോ ഒക്കെ ആയിക്കോട്ടെ, അതിനൊക്കെ നബാർഡിൻ്റെ അസിസ്റ്റൻസ് കിട്ടുന്നു. ബാങ്കുകളിലൂടെയാണ് റൂട്ട് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ അസിസ്റ്റൻസ് കിട്ടും. അവർക്ക് റീഫിനാൻസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കോ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കോ, ക്ലിയർ, അവർ കൊടുക്കുന്ന ഫിനാൻസിന്, ലോണിന് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്ന സ്കീമാണ് റീഫിനാൻസിങ് സ്കീം. ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായിട്ട് കുറേയധികം ചേഞ്ചസ് വുമൻ എൻ്റർപ്രണർഷിപ്പിൻ്റെ കേസസ് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിയർ? സോ 1991 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ എന്ത് ചെയ്യുന്നു? സ്പെസിഫിക്കലി ഹൈലൈറ്റഡ് ഫോർ ദി നീഡ് ഫോർ കണ്ടക്ടിങ് സ്പെഷ്യൽ എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം ഫോർ വുമൻ. ക്ലിയർ? 1991 പോളിസി, ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1991, അതിൽ വുമൻ എൻ്റർപ്രണർഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ വോളണ്ടറി അസോസിയേഷൻ. വോളണ്ടറി അസോസിയേഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, NGO, നോൺ ഗവൺമെൻറ് അസോസിയേഷനൊക്കെ ആയിട്ട് കുറേയധികം ഓർഗനൈസേഷൻ വുമൻ എംപവർമെൻറ്റിന് വേണ്ടിയും വുമൻ എൻ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഫിക്കി. ഫിക്കിയുടെ ലേഡി വിങ് ഉണ്ട്. ക്ലിയർ? ദാറ്റ് ഈസ് ഫിക്കി ലേഡി ഓർഗനൈസേഷൻ, FLO എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഫിക്കി ലേഡി ഓർഗനൈസേഷൻ എന്താ? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയിൽ അംഗങ്ങളായിട്ടുള്ള വുമൻ എൻ്റർപ്രണേഴ്സിൻ്റെ ഒരു ബോഡിയാണ്. ക്ലിയർ? അപ്പോൾ ഫിക്കി ലേഡീസ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നു, FLO എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ നാഷണൽ അലയൻസ് ഓഫ് യങ് എൻ്റർപ്രണേഴ്സ് and others and other assist women entrepreneurs. അതുപോലെ തന്നെ NAYE. ക്ലിയർ? യങ് എൻ്റർപ്രണേഴ്സിൻ്റെ ഒരു ബോഡിയാണ്. അവരുടെ ഇഷ്യൂസും അതുപോലെ തന്നെ അവർ നേരിടുന്ന ചാലഞ്ചസൊക്കെ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താനും അസിസ്റ്റൻസൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പോളിസി മേക്കിങ്ങിനും ഒക്കെ വേണ്ടിയുള്ള ഒരു അഡ്വൈസറി ബോഡിയാണ് NAYE. ക്ലിയർ? അപ്പോൾ NAYEയിലെ അസിസ്റ്റൻസ് ആർക്ക് കിട്ടുന്നുണ്ട്? വുമൻ എൻ്റർപ്രണേഴ്സിനുണ്ട്. ദെൻ
So NAY has been leading institution engaged in the promotion and development of the entrepreneurship of women. Clear? ഇങ്ങനെയൊക്കെയാണ് അവരെ അസിസ്റ്റ് ചെയ്യുന്നത്. സോ ഗെറ്റിംഗ് ബെറ്റർ ആക്സസ് ടു ക്യാപിറ്റൽ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാർക്കറ്റ്സ് അതിനുവേണ്ടി ശ്രമിക്കുന്നു. ഐഡൻറ്റിഫൈങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്ലിയർ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്നു. ഓർഗനൈസിങ് സെമിനാർ, വർക്ക്ഷോപ്പ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി entrepreneurial capabilities, then developing managerial and productive capabilities, attending problems by taking up of individual cases with appropriate authorities, okay, supporting delegation, sponsoring delegation, participation in trade fairs, exhibition, clear, special conferences ഇതിലൊക്കെ പാർട്ടിസിപ്പേഷൻ കൊടുക്കുന്നു. ഇങ്ങനെ കുറേയധികം ആക്ടിവിറ്റീസ് ഇവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ നാഷണൽ പോളിസി ഫോർ എംപവർമെൻറ്റ് ഓഫ് വുമൻ 2001 ക്ലിയർ 2001 അങ്ങനെ ഒരു പോളിസി നമ്മൾ കൊണ്ടുവരുന്നുണ്ടായി. ദാറ്റ് ഈസ് കോൾഡ് നാഷണൽ പോളിസി ഫോർ എംപവർമെൻറ്റ് ഓഫ് വുമൻ. അപ്പോൾ അതനുസരിച്ച് കുറേയധികം സ്കീംസ് ഒക്കെ കൊണ്ടുവന്നുണ്ട്. ക്ലിയർ. സോ ദ 4th വേൾഡ് കോൺഫറൻസ് ഓൺ വുമൻ held in the Beijing during the year 1995, the Department of Women and Child Affairs has drafted a national policy for the empowerment of women. അപ്പോൾ വുമൻ എംപവർമെൻറ്റിന് വേണ്ടി കൊണ്ടുവന്ന പോളിസിയാണ് പറഞ്ഞത്. ക്ലിയർ. ദെൻ അസിസ്റ്റൻസ് വുമൻ എൻ്റർപ്രനേഴ്സ്. ക്ലിയർ. കുറേയും അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ, എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്? ഒന്ന് സിഡോ. ക്ലിയർ. സിഡോ ഇപ്പോഴില്ല. സിഡോനെ നമുക്ക് റീനെയിംഡ് ആയിട്ടാണ് വരുന്നത്. MSMEDO എന്നാണ് പറയുക. ക്ലിയർ. മിനിസ്ട്രി ഓഫ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. ക്ലിയർ. അതിൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ MSMEDO. ക്ലിയർ. ഡെവലപ്മെൻറ്റ് അവരെന്ത് ചെയ്യുന്നു? EDP ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നു. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകളും അസിസ്റ്റൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെൻട്രൽ ഏജൻസിയാണ് മിനിസ്ട്രി ഓഫ് അല്ലേ MSME, മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ, മെയിൻ ഓർഗനൈസേഷൻ, മെയിൻ ബ്രാഞ്ചാണ്, ഒരു ഡിവിഷനാണ്, ഓഫീസിൻ്റെ ഒരു ഡിവിഷനാണ് MSMEDO. അല്ലെങ്കിൽ അതിൻ്റെ പഴയ പേരായിരുന്നു സിഡോ, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. സോ നെക്സ്റ്റ് ഈസ് NSIC. NSIC എന്താ ചെയ്യുന്നത്? HP സിസ്റ്റത്തിലേക്ക് മെഷീനറീസ് ഒക്കെ വാങ്ങിച്ച് സപ്ലൈ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് NSIC. ക്ലിയർ. സോ HP is a scheme of NSIC provides preferential treatment for women. അപ്പോൾ അത്തരത്തിൽ NSIC മെഷീനറീസ് ഒക്കെ HP സിസ്റ്റത്തിൽ വാങ്ങിച്ചു കൊടുക്കുന്ന അവസരത്തിൽ വുമൺ എൻ്റർപ്രൈസസിന് എന്ത് ചെയ്യുന്നു? സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റും പ്രയോറിറ്റിയൊക്കെ കൊടുക്കുന്നു. ദെൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അവിടെ IDBI ബാങ്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ് അല്ലേ. അപ്പോൾ അവിടെ ഓസ്പീഷ്യസിൽ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിൻ്റെ 2 പ്രധാനപ്പെട്ട അല്ലേ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള മെഷേഴ്സ് എടുത്തിരിക്കുന്നു. ക്ലിയർ. അപ്പോൾ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായി എന്താ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ? സാധാരണത്തിൽ ഒരു പ്രോജക്റ്റിന് വേണ്ടി 100% പൈസയും ആര് കൊടുക്കില്ല? ബാങ്കുകൾ കൊടുക്കില്ല. ഒരു 80%, 75% കൊടുക്കുള്ളൂ. ബാക്കിയുള്ള 25% അല്ലെങ്കിൽ 20% ഓണ്ടർപ്രണർ തന്നെ കണ്ടെത്തണം. ഇതിനെയാണ് നമ്മൾ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുക. അപ്പോൾ ഇതിൽ വുമൺ എൻ്റർപ്രണേഴ്സിന് ഒരു പക്ഷേ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ മുഴുവനായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു? സോ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ഗവൺമെൻറ് കൊടുക്കുന്ന തരത്തിൽ ബാങ്ക് എടുത്ത് ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുപ്പിക്കും. ക്ലിയർ. സോ ഇറ്റ് ഈസ് 12.5% ഓഫ് ദി project cost of unit setup in this category. Clear. So a backward districts and 15% for the project cost in other cases. ഇങ്ങനെ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ അസിസ്റ്റൻസ് ആയിട്ട് ക്ലിയർ ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട്സ് ഒക്കെ ആണെങ്കിൽ 12.5% അല്ലെങ്കിൽ മറ്റുള്ള പ്രോജക്റ്റുകളൊക്കെ ആണെങ്കിൽ 15% ഈ രീതിയിൽ കൊടുക്കുന്നു. സോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IDBI ഹാസ് സെറ്റപ്പ് ക്ലിയർ മഹിളാ ഉദ്യം നിധി MUN എന്നാണ് പറയുക. ക്ലിയർ. അതുപോലെ തന്നെ മഹിളാ വികാസ് നിധി, അങ്ങനെ 2 സ്കീംസ് വുമൻ എൻ്റർപ്രണർഷിപ്പിൻ്റെ എംപവർമെൻറ്റിന് വേണ്ടി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിയർ. ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അതുപോലെ എക്സസൈസ് സർവീസ് കൊടുക്കുന്നു, അഡ്വൈസസ് കൊടുക്കുന്നു. ഓക്കെ. ദെൻ എലിജിബിൾ ഇൻട്രസ്റ്റ് സബ്സിഡി കൊടുക്കുന്നു. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ദെൻ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SIDBI. SIDBI എന്ത് ചെയ്യുന്നു? മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് ലോണും അസിസ്റ്റൻസും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള
ഒരു ഓർഗനൈസേഷനാണ് സിഡ്ബി. ക്ലിയർ? സ്മോൾ ഇൻഡസ്ട്രീസിന് MSME സെക്ടറിൻ്റെ ഫിനാൻസിങ്ങിൽ വരുന്ന ഒരു അപെക്സ് ബോഡി ആയിട്ടാണ് നമ്മൾ സിഡ്ബി അറിയപ്പെടുന്നത്. ക്ലിയർ? സോ സ്പെഷ്യൽ സ്കീംസ് ഫോർ ദി financial assistance to women entrepreneurs, and it provides training and extension services. Okay. കൊമേഴ്ഷ്യൽ ബാങ്കുകളും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ക്ലിയർ? പല ബാങ്കുകൾക്കും അവരുടേതായിട്ടുള്ള ചില യൂഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള പ്രോജക്റ്റുകളുണ്ട്. ക്ലിയർ? ഫോർ എക്സാമ്പിൾ സ്ത്രീ ശക്തി പാക്കേജ് അല്ലെങ്കിൽ നാരി ശക്തി പാക്കേജ്. ക്ലിയർ? അങ്ങനെ ഒട്ടനവധി ബാങ്കുകൾ, ഓരോരോ ബാങ്കുകളും ഓരോരോ പേരിലായിരിക്കും അത് അറിയപ്പെടുക. അപ്പോൾ ആ രീതിയിൽ അവിടെയും വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടും വുമൺ എൻ്റർപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ക്ലിയർ? കൊമേഴ്ഷ്യൽ ബാങ്കുകളിലൊക്കെ കൊടുക്കുന്ന ലോണുകളുടെ ക്ലിയർ 20-24% 30% വരെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് അല്ലെ MSMEകൾക്ക് ലെൻഡ് ചെയ്യണം. അതിൽ തന്നെ വുമൺ എൻ്റർപ്രൈസസിന് കോട്ട നിശ്ചയിച്ചിരിക്കുന്നു. ക്ലിയർ? ഈ രീതിയിൽ വുമൺ എൻ്റർപ്രൈസസിന് ആവശ്യമുള്ള സമയത്ത് ലോണുകളോ അസിസ്റ്റൻസ് ഒക്കെ കിട്ടാൻ സഹായമാകും. ക്ലിയർ? ദെൻ കുടുംബശ്രീ യൂണിറ്റ് നമുക്കറിയാൻ പറ്റും അല്ലേ, കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങളായിട്ട് അല്ലെ 10-20 വർഷത്തോളമായിട്ട് നമ്മൾ സമൂഹത്തിനിടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അല്ലെ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ഓൺട്രപ്രണോറിയൽ ഇനിഷ്യേറ്റീവാണ് കുടുംബശ്രീ യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഒട്ടനവധി മേഖലകളിൽ അവരുടെ പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്ന കുടുംബശ്രീ യൂണിറ്റുകൾ അവരും എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുകയും ക്ലിയർ സ്വന്തമായിട്ട് ബിസിനസ് ഏറ്റെടുക്കുകയും മിക്കവാറും ആൾക്കാർ 90-95% ആൾക്കാരും എന്ത് തന്നെയാണ് വുമൻസാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റും ചിലപ്പോൾ വുമൺ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇതും ഒരു വുമൻസിന് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാം. ഇതിലൂടെ എന്ത് ചെയ്യുന്നു, അവർക്ക് റിവോൾവിംഗ് ഫണ്ട് കിട്ടുന്നു, ഇനീഷ്യൽ ഫണ്ട് കിട്ടുന്നു. ക്ലിയർ? അത് അടയ്ക്കുന്നതനുസരിച്ച് റിവോൾവിംഗ് ഫണ്ട് വീണ്ടും കിട്ടിക്കഴിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ എക്കണോമിക് ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടുപോകാൻ അവർക്ക് കഴിയും. ക്ലിയർ? സോ ദീസ് ആർ സം ഓഫ് ദി ആസ്പെക്ട്സ് റിലേറ്റഡ് ടു വുമൺ എൻ്റർപ്രണേഴ്സ്.